ഓക്കെ സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കോണിക് സെക്ഷൻ എന്ന ചാപ്റ്ററിലുള്ള എക്സസൈസ് ആണ്. അതായത് എലിപ്സ് എന്ന സെക്ഷനുള്ള എക്സസൈസ് ആണ്. അല്ലെ, എലിപ്സിനെ കുറിച്ച് പറയുമ്പോൾ അവിടെ കേസ് 1 ഉണ്ട്, കേസ് 2 ഉണ്ട്. കേസ് 1ന്റെ ഇക്വേഷൻ നിങ്ങൾക്കറിയാം, എക്സ് സ്ക്വയർ ബൈ എ സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ബൈ ബി സ്ക്വയർ ഈക്വൽ ടു 1 ആണ്. ഇതാണെങ്കിൽ എക്സ് സ്ക്വയർ ബൈ ബി സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ബൈ എ സ്ക്വയർ ഈക്വൽ ടു 1 ആണ്. അപ്പൊ ഇവിടെ രണ്ടും, ഇവിടെ എക്സെൻട്രിസിറ്റിയും ലാറ്റിസ് റെക്റ്റലും സെയിം ആണ്. പക്ഷെ മേജർ ആക്സിസും ഇവിടെ നേരെ തിരിച്ചു വരും, മൈനർ ആക്സിസ് തിരിച്ചു വരും, പിക്ചറിൽ മാറും. ഫോസി എക്സ് ആക്സ് ആണ്, ഇവിടെ വൈ ആക്സിസ് ആണ്. വെർട്ടിസസ് ഇവിടെ എക്സ് ആക്സ് ആണ്, ഇവിടെ വൈ. അങ്ങനെയുള്ള ചേഞ്ച് നിങ്ങൾ പഠിക്കുക. ആ ചേഞ്ച് പഠിച്ചിട്ട് മാത്രമേ പ്രോബ്ലം ചെയ്യാൻ പറ്റൂ. അപ്പൊ ഈ പ്രോബ്ലം നിങ്ങൾ ചെയ്യേണ്ടത്, ഫൈൻഡ് ദി കോർഡിനേറ്റ് ഓഫ് ഫോസി, വെർട്ടിസസ്, ലെങ്ത് ഓഫ് മേജർ ആക്സിസ്, ലെങ്ത് ഓഫ് മൈനർ ആക്സിസ്, എക്സെൻട്രിസിറ്റി, ലാറ്റിസ് റെക്റ്റം കണ്ടുപിടിക്കണം. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എക്സ് സ്ക്വയർ ബൈ 36 പ്ലസ് വൈ സ്ക്വയർ ബൈ 16 ഈക്വൽ ടു 1. എക്സ് സ്ക്വയർ ബൈ 36 പ്ലസ് വൈ സ്ക്വയർ ബൈ 16 ഈക്വൽ ടു 1. സോ ഇവിടെ ഏതാണോ ഗ്രേറ്റസ്റ്റ്, ഡിനോമിനേറ്ററിലുള്ള ഏറ്റവും ഹയസ്റ്റ് നമ്പർ ഏതാ? ഇതാണ്. 36 ആണ് ഹയസ്റ്റ് നമ്പർ. കണ്ടാൽ തന്നെ മനസ്സിലാവുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഹയസ്റ്റ് ആണ്. ഈ ഹയസ്റ്റ് എപ്പോഴും എ സ്ക്വയറിനാണ് ഡിനോട്ട് ചെയ്യുക. അപ്പൊ ഇതിനെ മാറ്റി എഴുതുകയാണെങ്കിൽ ഇക്വേഷൻ എക്സ് സ്ക്വയർ ബൈ എ സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ബൈ ബി സ്ക്വയർ ഈക്വൽ ടു 1. ഇത് എങ്ങനെ സെലക്ട് ചെയ്തു? ഇത് ഹയസ്റ്റ് ആകുമ്പോൾ ഇവിടെ എ വരണം, നേരെ തിരിച്ച് ഇവിടെയാണ് അവിടെ വരണം. ഓക്കെ, അപ്പൊ അതിൽ നിന്ന് നമുക്ക് ഇത് രണ്ടും കമ്പയർ ചെയ്യുമ്പോൾ എ സ്ക്വയർ ഈക്വൽ ടു 36 എങ്ങനെ വന്നു? ദിസ് വൺ കമ്പയറിംഗ് ടു ദിസ്. അടുത്ത് അപ്പോൾ എ ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് സ്ക്വയർ റൂട്ട് ഓഫ് 36, എ ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് 6. പക്ഷെ ഇത് ലെങ്ത് ആണ്, അപ്പോൾ പോസിറ്റീവ് മാത്രം, നെഗറ്റീവ് വേണ്ട. ഇനി അതേപോലെ തന്നെ ഇത് എടുക്കുമ്പോൾ ബി സ്ക്വയർ ഈക്വൽ ടു 16. ഇപ്പോൾ ബി ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് സ്ക്വയർ റൂട്ട് ഓഫ് 16. ഇപ്പോൾ ബി ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് 4 ആണ്. അപ്പോൾ ബി ഈക്വൽ ടു 4. നെഗറ്റീവ് എടുക്കുന്നില്ല, കാരണം ലെങ്ത് ആവുകൊണ്ട് നെഗറ്റീവ് വേണ്ടല്ലോ, അങ്ങനെയാണ് എടുക്കാറ്. ആ കാര്യം മനസ്സിലാക്കി വെക്കാം. ഇനി വേണ്ടത് നമുക്ക് സി കണ്ടുപിടിക്കണം. അതിനൊരു ഫോർമുല ഉണ്ട്, എ സ്ക്വയർ ഈക്വൽ ടു ബി സ്ക്വയർ പ്ലസ് സി സ്ക്വയർ. ഇത് പഠിച്ചു വെക്കാം. എ സ്ക്വയർ ഈക്വൽ ടു ബി സ്ക്വയർ പ്ലസ് സി സ്ക്വയർ. സോ സി സ്ക്വയർ ഈക്വൽ ടു നമുക്ക് എന്താണ് വേണ്ടത് കണ്ടുപിടിക്കാൻ പറ്റും. സോ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ആണ്. ഇതൊരിക്കലും നെഗറ്റീവ് ആവില്ല, മനസ്സിലാക്കുക. എ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 36 മൈനസ് 16 ആണ്. ദാറ്റ് ഈക്വൽ ടു 0, 20. സോ സി ഈക്വൽ ടു സ്ക്വയർ റൂട്ട് 20. പ്ലസ് ഓർ മൈനസ് ആണ്, കാരണം നെഗറ്റീവ് വേണ്ട. ഓക്കെ, ഇനി നമുക്ക് ഓരോന്നും സം ചെയ്യാം. ഫസ്റ്റ് വൺ ഫോസി എന്ന് പറയുമ്പോൾ ഫോസി ഈസ് പ്ലസ് ഓർ മൈനസ് സി 0. സി അപ്പൊ ആ ഇതിൽ ഇത് മാറാതെ പഠിക്കാം. അപ്പൊ പ്ലസ് ഓർ മൈനസ് സ്ക്വയർ റൂട്ട് 20 0 എന്ന് എഴുതാം. അടുത്ത രണ്ടാമത്തത് വെർട്ടിസസ് എന്ന് പറയുന്നത് പ്ലസ് ഓർ മൈനസ് എ 0 എന്ന് വരും. ദാറ്റ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് എ എന്ന് പറയുമ്പോൾ 660. അടുത്ത് തേർഡ് വൺ ലെങ്ത് ഓഫ് മേജർ ആക്സിസ് എന്ന് പറയുമ്പോൾ 2a ആണ്. ദാറ്റ് ഈക്വൽ ടു 2 into 6, ദാറ്റ് ഈക്വൽ ടു 12 ആണ്. ഫോർത്ത് വൺ ലെങ്ത് ഓഫ് മൈനർ ആക്സിസ് 2b ആണ്. 2 into b 4 ആണ്. ദാറ്റ് ഈക്വൽ ടു 8. എക്സെൻട്രിസിറ്റി ഈക്വൽ ടു c by a ആണ്. c by a c എന്ന് പറയുമ്പോൾ സ്ക്വയർ റൂട്ട് 20 ബൈ a എന്ന് പറയുന്നത് 6 ആണ്. അടുത്ത് ലാറ്റിസ് റെക്റ്റം, ലെങ്ത് ഓഫ് ലാറ്റിസ് റെക്റ്റം ഈക്വൽ ടു 2b സ്ക്വയർ ബൈ a ആണ്. ഇപ്പൊ 2 into b സ്ക്വയർ എന്ന് പറയുമ്പോൾ 16 ബൈ a എന്ന് പറയുന്നത് 6 ആണ്. ദാറ്റ് ഈക്വൽ ടു 32 ബൈ 6. വേണമെങ്കിൽ ഇതിനെ ഷോർട്ട് ചെയ്യാന്ന് വെച്ചാൽ നമുക്ക് എങ്ങനെ ചെയ്യാം? 16/3 എന്ന് എഴുതാം. അത് വേണമെന്നുണ്ട് എഴുതാം, നിങ്ങൾക്ക് ചെയ്യാം. പിന്നെ ഒരു കണ്ടീഷൻ എന്നാൽ ഈ എക്സെൻട്രിസിറ്റി ചെയ്യുമ്പോൾ ഇതിന്റെ വാല്യൂ എപ്പോഴും ലെസ് ദാൻ 1 ആയിരിക്കും. നിങ്ങൾ കാൽക്കുലേറ്റർ അടിച്ചു നോക്കാം.
കാൽക്കുലേറ്റർ അടിച്ച് നോക്കുവാണെങ്കിൽ √20 ഒക്കെ കാൽക്കുലേറ്റർ കിട്ടും. ഇതാണ് നിങ്ങൾ സമ്മറി ആയിട്ട് എഴുതുന്നത്. മനസ്സിലായെന്ന് വിചാരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ, സെക്കൻഡ് വൺ, എക്സ് സ്ക്വയർ ബൈ 4 പ്ലസ് y സ്ക്വയർ ബൈ 25 ഈക്വൽ ടു 1 ആണ്. ഇപ്പൊ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പൊ ഇവിടെ ഒറ്റ നോട്ടത്തിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഏതാണ് ഗ്രേറ്റസ്റ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കാര്യം മനസ്സിലാവും. ഇപ്പൊ ഗ്രേറ്റസ്റ്റ് എന്ന് പറയുമ്പോൾ ഡിനോമിനേറ്ററിലുള്ള ഗ്രേറ്റസ്റ്റ് ആണ്, ഇതാണ് ഗ്രേറ്റസ്റ്റ്. അപ്പൊ അതിന് ആപ്റ്റ് ആയിട്ടുള്ള ഇക്വേഷൻസ് ചൂസ് ചെയ്യാം. എക്സ് സ്ക്വയർ ബൈ ബി സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ബൈ എ സ്ക്വയർ ഈക്വൽ ടു 1. ഇതാണ് അതിനുള്ള ആപ്റ്റ് ആയിട്ടുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത്. മനസ്സിലാവുമല്ലോ ആപ്റ്റ് ആയിട്ട് ഇക്വേഷൻ. എന്തുകൊണ്ട് എടുക്കും? 25 ആണ് ഗ്രേറ്റസ്റ്റ്. സോ കമ്പയർ ചെയ്യാം. ബി സ്ക്വയർ ഈക്വൽ ടു 4 ആണ്. അപ്പോൾ ബി ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് സ്ക്വയർ റൂട്ട് ഓഫ് 4 ആണ്. സോ ബി ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് 2 ആണ്. ഇത്രയും സ്റ്റെപ്പ് വേണ്ട, നമുക്ക് നേരിട്ട് എഴുതി പോയാൽ മതി. സോ എ സ്ക്വയർ ഈക്വൽ ടു 25, എ ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് സ്ക്വയർ റൂട്ട് ഓഫ് 25. സോ എ ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് 5 എന്ന് കിട്ടും. എ ഈക്വൽ ടു 5. അൺനോൺ ബി സ്ക്വയർ എ സ്ക്വയർ ഈക്വൽ ടു ബി സ്ക്വയർ പ്ലസ് സി സ്ക്വയർ ആണ്. സോ സി സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ആണ്. ദാറ്റ് ഈക്വൽ ടു 25 മൈനസ് 4 ആണ്. ദാറ്റ് ഈക്വൽ ടു 21 ഉണ്ടോ? 21 ഉണ്ട്. അപ്പോൾ സി ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് സ്ക്വയർ റൂട്ട് 21. സി ഈക്വൽ ടു സ്ക്വയർ റൂട്ട് 21. സ്ക്വയർ റൂട്ട് 21ന്റെ വാല്യൂ വേണ്ട. സ്ക്വയർ റൂട്ട് ഓഫ് 21ന്റെ വാല്യൂ വേണ്ട, ആവശ്യം വരുന്നില്ല. ഇനി അടുത്ത് നിങ്ങൾ ചെയ്യേണ്ട കാര്യം, നമുക്ക് പോസി കണ്ടുപിടിക്കാം. ഓരോന്നായിട്ട് എഴുതാം. പോസി സോ പോസി ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് C0 ആണ്. പോസി എന്ന് പറയുന്നത് പ്ലസ് ഓർ മൈനസ് C0 ആണ്. ദാറ്റ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് സി എന്ന് പറഞ്ഞാൽ സ്ക്വയർ റൂട്ട് ഓഫ് 21, 0. സ്ക്വയർ റൂട്ട് ഓഫ് 21, 0. അപ്പൊ ഇവിടെ ഒരു മാറ്റമുണ്ട്. പോസി എന്ന് പറയുമ്പോൾ ശരിക്കും നമ്മൾ ആക്സിസ് കംപ്ലീറ്റ് മാറി. അതായത് രണ്ടാമത്തെ കേസാണ് വരുന്നത്. കേസ് 2 ആണ്. കേസ് 2 വരുമ്പോൾ നമ്മൾ പോസി എല്ലാം മാറ്റം വരുത്തണം. സോ അത് ഒരു കുറച്ച് ലിറ്റിൽ ബിറ്റ് കെയർ എടുക്കാം. സോ പോസി ഈസ് 0, പ്ലസ് ഓർ മൈനസ് സി. 0, പ്ലസ് ഓർ മൈനസ് സി. അപ്പോൾ 0, പ്ലസ് ഓർ മൈനസ് സി എന്ന് പറയുന്നത് പ്ലസ് ഓർ മൈനസ് സ്ക്വയർ റൂട്ട് 21. ഇത് മാറിപ്പോകാതെ നോക്കാം. ആക്സസ് കറക്റ്റ് ആയിരിക്കണം. ഇനി വെർട്ടിസസ് എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ എഴുതാം? 0, പ്ലസ് ഓർ മൈനസ് എ ആണ്. അപ്പം 0, പ്ലസ് ഓർ മൈനസ് എ എന്ന് പറയുന്നത് 5 ആണ്. എഴുതി വെക്കാം. അടുത്ത് തേർഡ് വൺ, ലെങ്ത് ഓഫ് മേജർ ആക്സസ് ഈസ് 2a ആണ്. ദാറ്റ് ഈക്വൽ ടു 2 into 5, ദാറ്റ് ഈക്വൽ ടു 10. അടുത്ത ഫോർത്ത് വൺ, ലെങ്ത് ഓഫ് മൈനർ ആക്സസ് ഈക്വൽ ടു 2b, ദാറ്റ് ഈക്വൽ ടു 2 into 2, ദാറ്റ് ഈക്വൽ ടു 4 ആണ്. അടുത്ത് ഫിഫ്ത്ത് വൺ, എക്സെൻട്രിസിറ്റി ഈക്വൽ ടു c by a, ദാറ്റ് ഈക്വൽ ടു c എന്ന് പറയുന്നത് സ്ക്വയർ റൂട്ട് ഓഫ് 21/5 ആണ്. സ്ക്വയർ റൂട്ട് 21/5 ആണ്. അതിന്റെ വാല്യൂ എപ്പോഴും ലെസ് ദാൻ 1 ആണ്. ചെക്ക് ചെയ്യാം. അടുത്ത 6 എന്ന് പറയുന്നത് ലെങ്ത് ഓഫ് ലാറ്റസ് റെക്ടം ഈക്വൽ ടു 2b സ്ക്വയർ ബൈ a ആണ്. 2 into b സ്ക്വയർ എന്ന് പറയുന്നത് 4 ആണ് ബൈ 5 ആണ്. ദാറ്റ് ഈക്വൽ ടു 8/5. 2b സ്ക്വയർ 2 4. അപ്പോൾ ദാറ്റ്സ് ആൻസർ. ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ ചെയ്യേണ്ടി വരുന്നത്. മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത പ്രോബ്ലത്തിലോട്ട് കിടക്കാം. ഈ രണ്ട് മോഡൽ അങ്ങോട്ടും ഇങ്ങോട്ടും ക്ലിയർ ചെയ്ത് വെക്കാം. ആക്സസ് നോക്കിയിട്ട് നിങ്ങൾ അത് ചെയ്താൽ മതി, വേറെ പ്രശ്നമൊന്നും വരുന്നില്ല. അടുത്ത മോഡൽ ക്വസ്റ്റ്യൻ നോക്കാം. പിന്നെ അതേപോലെ തന്നെ അടുത്ത എക്സസൈസ് 3, 4, 5, 6 ഇതേപോലെ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുക. സോ ക്വസ്റ്റ്യൻ നമ്പർ 7, 36x സ്ക്വയർ പ്ലസ് 4y സ്ക്വയർ ഈക്വൽ ടു 144. ഇത് ഉപയോഗിച്ചാണ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ കൃത്യമായിട്ടും ഏതാണ് മനസ്സിലാക്കി വേണം ചെയ്യാൻ വേണ്ടി. ഇപ്പോൾ ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ച് അനലൈസ് ചെയ്യാം. ഇപ്പൊ ഇവിടെ ഇത് കാണുമ്പോൾ നമുക്ക് ഇക്വേഷന്റെ ഫോർമാറ്റ് അല്ല. ഇക്വേഷൻ എന്ന് പറയുമ്പോൾ റൈറ്റ് ഹാൻഡ് സൈഡ് 1 വരണം. റൈറ്റ് ഹാൻഡ് സൈഡ് വന്നാലേ നമുക്ക് ഇക്വേഷൻ ആയിട്ട് എടുക്കാൻ പറ്റും. ഇവിടെ റൈറ്റ് ഹാൻഡ് സൈഡ് 1 അല്ല. അപ്പൊ റൈറ്റ് ഹാൻഡ് സൈഡ് എന്തായാലും 1 ആക്കി മാറ്റണം. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് ഏതാണോ റൈറ്റ് ഹാൻഡ് സൈഡ് ഉള്ള നമ്പർ
ആ നമ്പർ ഉപയോഗിച്ച് ത്രൂ ഔട്ട് ഡിവൈഡ് ചെയ്യാം. റൈറ്റ് ഹാൻഡ് സൈഡ് ഏതാണോ നമ്പർ ഉള്ളത് ആ നമ്പർ ഉപയോഗിച്ച് ത്രൂ ഔട്ട് ഡിവൈഡ് ചെയ്യാം. അപ്പൊ ഇവിടെ റൈറ്റ് ഹാൻഡ് സൈഡ് ഉള്ള നമ്പർ 144 ആണ്. 144 ആണ്. ഇതാണ് റൈറ്റ് ഹാൻഡ് സൈഡിലുള്ള നമ്പർ. ഈ നമ്പർ ഉപയോഗിച്ച് ത്രൂ ഔട്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ ഡിവൈഡിങ് ത്രൂ ഔട്ട് ബൈ ദി നമ്പർ 144. അപ്പൊ എങ്ങനെ എഴുതാം? 36x² by 144 plus 4y² by 144 equal to 144 by 144. ശരി. അപ്പൊ ഈ 36 144 എത്ര ടൈം പോകും നോക്കാം. എത്ര ടൈം പോകും? 4 ആണ്. അത് നിങ്ങൾ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഒന്നെങ്കിൽ 4 ആയി ഈ രണ്ട് നമ്പറിൽ ഏതെങ്കിലും അവിടെ വരും. ഈ 4 ഇതിൽ എത്ര ടൈം പോകും? y² by അത് ഒരു ഹോൾ നമ്പർ ആയിരിക്കും. ഇത് 1 ആയിരിക്കണം. ഇത് രണ്ടും ഹോൾ നമ്പർ ആയിരിക്കണം. അല്ലെങ്കിൽ നിങ്ങൾ ചെയ്ത വർക്ക് തെറ്റാണ്. ഇപ്പൊ നമുക്ക് ഇക്വേഷൻ ആയി മാറി. ഏതാണ് ഗ്രേറ്റസ്റ്റ്? ഇതാണ് ഗ്രേറ്റസ്റ്റ്. അപ്പൊ ഗ്രേറ്റസ്റ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? x² by b² plus y² by a² equal to 1. സോ ഇത് b ആയിട്ട് കമ്പയർ ചെയ്യുന്നു, a ഇതുമായിട്ട് കമ്പയർ ചെയ്യുന്നു. therefore നമുക്ക് എന്ത് പറയാൻ പറ്റും? a² equal to 36 ആണ്. a² equal to 36 ആണ്. a equal to 6 മതി. b² equal to 4 ആണ്. b equal to 2. ബാക്കി എഴുതുന്നില്ല. ഇനി കണ്ടുപിടിക്കേണ്ട c ആണ്. a² equal to b² plus c² ആണ്. സോ c² equal to a² minus b² ആണ്. that equal to 36 minus 4 ആണ്. 36 minus 4 ആണ്. that equal to 32 എന്ന് വരും. അപ്പൊ c equal to square root of 32. പ്ലസ് ഓർ മൈനസ് ആണ്, പക്ഷെ അത് പോസിറ്റീവ് ആയിട്ട് കണ്ടു. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? 4c. അപ്പൊ നമ്മൾ 4c is നമ്മൾ എങ്ങനെ എഴുതും? ഇത് ഏത് കേസ് ആണ്? കേസ് 1 ആണ്, കേസ് 2 ആണ്? കേസ് 2 ആണ്. അപ്പൊ 0, പ്ലസ് ഓർ മൈനസ് c. 0, പ്ലസ് ഓർ മൈനസ് c. 0, പ്ലസ് ഓർ മൈനസ് c. അപ്പൊ എങ്ങനെ എഴുതാം? 0, പ്ലസ് ഓർ മൈനസ് c എന്ന് പറയുന്നത് സ്ക്വയർ റൂട്ട് ഓഫ് 32. ഇനി വെർട്ടീസസ് 0, പ്ലസ് ഓർ മൈനസ് a. 0, പ്ലസ് ഓർ മൈനസ് a. സോ 0, പ്ലസ് ഓർ മൈനസ് a എന്ന് പറയുമ്പോൾ 6. അടുത്ത് ലെങ്ത് ഓഫ് മേജർ ആക്സസ് ഈക്വൽ ടു 2a ആണ്. സോ 2 into 6 ദാറ്റ് ഈക്വൽ ടു 12 ആണ്. ലെങ്ത് ഓഫ് മൈനർ ആക്സസ് ഈക്വൽ ടു 2b ആണ്. സോ 2 into b എന്ന് പറഞ്ഞാൽ 2 ദാറ്റ് ഈക്വൽ ടു 4 ആണ്. x into 3 ഈക്വൽ ടു c by a ആണ്. ദാറ്റ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് 32 by 6 ആണ്. ലെങ്ത് ഓഫ് ലാറ്റസ് വെക്ടർ എന്ന് പറയുന്നത് 2b² by a ആണ്. ദാറ്റ് ഈക്വൽ ടു 2 into b², 4 by 6 ആണ്. ദാറ്റ് ഈക്വൽ ടു 8 by 6. അങ്ങനെ നമുക്കിത് കംപ്ലീറ്റ് ചെയ്യാം. ശ്രദ്ധിക്കേണ്ട കാര്യം, ഇങ്ങനെ ഒരു ഇക്വേഷൻ തന്നു കഴിഞ്ഞാൽ റൈറ്റ് ഹാൻഡ് സൈഡ് എന്താണ് നമ്പർ ഉള്ളത് ആ നമ്പർ ഡിവൈഡ് ചെയ്യാം. ഇത് ഹോൾ നമ്പർ ആയിരിക്കും. ഇത് ഇങ്ങനെ ഒരു ഹോൾ നമ്പർ കിട്ടുന്നില്ല, ചെയ്ത വർക്ക് തെറ്റാണെന്ന് മനസ്സിലായിക്കൊണ്ട് ഇതേപോലെ 2-3 ക്വസ്റ്റ്യൻ ടെക്സ്റ്റ് ഉണ്ട്, അതൊക്കെ നിങ്ങൾ ചെയ്ത് കംപ്ലീറ്റ് ചെയ്യാന്ന് പറഞ്ഞുകൊണ്ട് നമുക്കിത് സ്റ്റോപ്പ് ചെയ്യാം. ഓക്കെ സ്റ്റുഡൻസ്, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എലിപ്സ് എന്ന സെക്ഷനുള്ള ഏതാനും ചില ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഇതിന്റെ മെയിൻ പാർട്ട് എന്ന് പറയുന്നത് exercise number 11.3, find the equation for the ellipse that satisfies the given condition. Find the equation of the ellipse ആണ് ചെയ്യേണ്ടത്. So ടെക്സ്റ്റ് ബുക്കിൽ 10th question vertices plus or minus 5, 0 4c പ്ലസ് ഓർ മൈനസ് 4, 0. ഇപ്പൊ വെർട്ടിസസ് തന്നിട്ടുണ്ട്, 4c തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ എലിപ്സിന്റെ ഇക്വേഷൻ കണ്ടുപിടിക്കണം. അപ്പൊ എലിപ്സിന് 2 കേസ് ഉണ്ട്. ഒന്നാമത്തെ കേസ് എന്ന് പറയുന്നത് നമ്മൾ കണ്ടീഷൻ പ്രകാരം ഈ രീതിയിലുള്ള എലിപ്സ് ആണ്. സോ അവിടെ ഇക്വേഷൻ x² by a² plus y² by b² equal to 1. സോ രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. അപ്പൊ അവിടെ വരുന്നത് x² by b² plus y² by
എ സ്ക്വയർ ഈക്വൽ ടു 1. ഈ രീതിയിലാണ് അവിടെ വരുന്നത്. അപ്പൊ രണ്ട് കേസിലും എ ആണ് ഹയസ്റ്റ് ആയിട്ട് വരേണ്ടത്. രണ്ട് കേസിലും എ ആണ് ഹയസ്റ്റ് ആയിട്ട് വരേണ്ടത് എന്ന കാര്യം അവിടെ കൃത്യമായിട്ട് ക്ലിയർ ചെയ്ത് വെക്കാം. അപ്പൊ നമുക്ക് ഇവിടെ ചെയ്യണമെന്നുണ്ടെങ്കിൽ വെർട്ടിസസ് തന്നിട്ടുണ്ട്, ഫോസി. അപ്പൊ ഈ ഫോസി വെച്ചിട്ട് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാം. അതായത് ഫോസി ലൈസ് ഓൺ എക്സ് ആക്സിസ് ആണ്. അപ്പൊ ഫോസി എക്സ് ആക്സിസ് ആണെങ്കിൽ അത് ഏത് ടൈപ്പ് ആയിരിക്കും? ടൈപ്പ് 1 പ്രകാരം ഫോസി ഇവിടെ വരേണ്ടത്. ഇപ്പൊ ഫോസി ഇവിടെ ഉണ്ടെങ്കിൽ അത് ടൈപ്പ് 1 ആയി മാറി. വൈ ആക്സിസ് ആണെങ്കിലോ ടൈപ്പ് 2 ആയി മാറും. അപ്പൊ ഇവിടെ നിന്ന് ഇതിന്റെ ഇക്വേഷൻ കിട്ടി. നമ്മൾ സെർച്ച് ചെയ്യുന്നത് ഇതാണ് നമുക്ക് ചെയ്യേണ്ടത്. ഇക്വേഷൻ എ സ്ക്വയർ ആണ്. സോ വൈ സ്ക്വയർ ബൈ ബി സ്ക്വയർ ഈക്വൽ ടു 1. ഇതാണ് ഇക്വേഷൻ എന്ന് കണ്ടുപിടിച്ചു. ഇനി എയും ബിയും ഫൈൻഡ് ഔട്ട് ചെയ്യണം. ഫോസി എന്ന് പറയുമ്പോൾ അവിടെ സി ആണ് പ്ലസ് 1 മൈനസ് 4. C = 4 എടുക്കാം. ഓക്കെ. വെർട്ടിസസ് എന്ന് പറയുമ്പോൾ ഈ മേജർ ആക്സിസിന്റെ എൻഡ് പോയിന്റ് ആണ് വെർട്ടെക്സ്. മേജർ ആക്സിസിന്റെ എൻഡ് പോയിന്റ് ഇതാണ് വെർട്ടെക്സ്. അപ്പൊ അതാണ് വെർട്ടിസസ്. അത് നമുക്ക് എന്തായിട്ട് ഡിനോട്ട് ചെയ്യാം? A = 5 ആണ്. പക്ഷെ നമുക്ക് എഴുതണമെങ്കിൽ എയും വേണം ബിയും വേണം. എ കിട്ടി, ബി അറിയില്ല. അപ്പൊ എന്ത് ചെയ്യാം? നമുക്ക് ഒരു റിലേഷൻ ഉണ്ട്, എ സ്ക്വയർ ഈക്വൽ ടു ബി സ്ക്വയർ പ്ലസ് സി സ്ക്വയർ. സോ അൺനോൺ എന്ന് പറയുമ്പോൾ ബി സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയർ മൈനസ് സി സ്ക്വയർ ആണ്. ദാറ്റ് ഈക്വൽ ടു 5 സ്ക്വയർ മൈനസ് 4 സ്ക്വയർ ആണ്. സോ 25 മൈനസ് 16 ദാറ്റ് ഈക്വൽ ടു ഇവിടെ 9 വരും. ബി സ്ക്വയർ ഈക്വൽ ടു 9, ബി ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് 9 പ്ലസ് ഓർ മൈനസ് 3. സോ ബി ഈക്വൽ ടു പോസിറ്റീവ് എടുക്കാം. സോ എയും കിട്ടി, ബിയും കിട്ടി. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവിടെ ജസ്റ്റ് ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. സോ എക്സ് സ്ക്വയർ ബൈ എ 5 സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ബൈ ബി 3 സ്ക്വയർ ഈക്വൽ ടു 1. ശ്രദ്ധിക്കേണ്ടത് എ എപ്പോഴും ബിനെക്കാട്ടി ഗ്രേറ്റസ്റ്റ് ആണ് നോക്കാം. ഗ്രേറ്റസ്റ്റ് ആണ്. ഇങ്ങനെ എങ്ങനെയാണ് നമുക്ക് ഇക്വേഷൻ കണ്ടുപിടിക്കേണ്ടത് എന്ന കാര്യം മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്തതിലോട്ട് കിടക്കാം. ഇതേ മെത്തേഡിലുള്ള വേറെ ക്വസ്റ്റ്യൻ ചെയ്യാം. Here, question number 11. Vertices 0, plus or minus 13. Foci 0, plus or minus 5. 0, plus or minus 5. Okay. Here also we have to find out the required equation of the ellipse ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ ഈ ഫോസി വെച്ചിട്ട് തന്നെ നമുക്ക് എല്ലാം ഐഡന്റിഫൈ ചെയ്യാം. ഫോസി ലൈസ് ഓൺ വൈ ആക്സിസ് ആണ്. സോ വൈ ആക്സിസ് ആണെങ്കിൽ എങ്ങനെ വരും? ഇങ്ങനെയാണ് വരുന്നത്. സോ അതിന്റെ ഇക്വേഷൻ എക്സ് സ്ക്വയർ ബൈ ബി സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ബൈ എ സ്ക്വയർ ഈക്വൽ ടു 1. ഇക്വേഷൻ മാറി. ഇപ്പൊ ഫോസി എന്ന് പറയുമ്പോൾ സി ആണ് പ്ലസ് ഓർ മൈനസ് 5. സി ഈക്വൽ ടു 5 എടുക്കാം. ഓക്കെ. വെർട്ടിസസ് എന്ന് പറയുമ്പോൾ മേജർ ആക്സിസ് എൻഡ് പോയിന്റ് ആണ് വെർട്ടിസസ്. അപ്പൊ അത് എ ഈക്വൽ ടു 13 എന്ന് എടുക്കാം. സോ നൗ റിക്വയർഡ് ടു ഫൈൻഡ് ഔട്ട് ദി വാല്യൂ ബി ആണ്. സോ എ സ്ക്വയർ ഈക്വൽ ടു ബി സ്ക്വയർ പ്ലസ് സി സ്ക്വയർ ആണ്. സോ ബി സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയർ മൈനസ് സി സ്ക്വയർ വരും. 13 സ്ക്വയർ മൈനസ് 5 സ്ക്വയർ ആണ്. 169 മൈനസ് 25 ആണ്. സോ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 4, 4, 1 ദാറ്റ് ഈക്വൽ ടു ബി സ്ക്വയർ ഈക്വൽ ടു 144 ആണ്. ബി ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് 12 ആണ്. സോ ബി ഈക്വൽ ടു 12 എന്ന് കിട്ടും. അപ്പൊ ഇവിടെ ഇതിലൂടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എക്സ് സ്ക്വയർ ബൈ ബി സ്ക്വയർ 12 സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ബൈ എന്റെ വാല്യൂ 30. അപ്പൊ നോക്കാം എ എപ്പോഴും ഗ്രേറ്റസ്റ്റ് ആണ്. ദാറ്റ്സ് റിക്വയർഡ് വാല്യൂ ആണെങ്കിൽ നമുക്ക് ഇവിടെ പറയാൻ വേണ്ടി പറ്റും. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് കിടക്കാം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ആ മോഡൽ 13th അതേ മോഡൽ തന്നെയാണ്, 12th അതേ മോഡലാണ്. 13th കിടക്കാം. 13th ക്വസ്റ്റ്യൻ. 13th എന്ന് പറയുന്നത് ends of major axis major
axis, ends of major axis, plus or minus 3, 0, ends of minor axis 0, plus or minus 2, 0, plus or minus 2. ഇതാണ് ഇവിടെയുള്ള കണ്ടീഷൻ. ends of major axis ഇതാണ്, ends of minor axis ഇതാണ്. സോ ends of major axis എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? മേജർ ആക്സിസിന്റെ എൻഡ് പോയിന്റിനെ സാധാരണ ഡിനോട്ട് ചെയ്യാൻ വെർട്ടെക്സ് എന്ന് പറയും. വെർട്ടെക്സ്. അപ്പം ഇതെന്തായിട്ട് എടുക്കാം? ഇത് എടുക്കേണ്ടത് a equal to 3 ആണ്. ends of minor axis എന്ന് പറയുമ്പോൾ b ആണ്. സോ b equal to 2 ആയിട്ട് എടുക്കാം. ഓക്കെ, അപ്പൊ എയും ബിയും കിട്ടി. ends of major axis എന്ന് പറയുന്നത് വെർട്ടെക്സ് ആണ്, അത് a കൊണ്ട് ഡിനോട്ട് ചെയ്യാം. ends of minor axis എന്ന് പറയുന്നത് b തന്നെയാണ്. സോ അപ്പൊ ഇതിൽ നിന്ന് എയും ബിയും കിട്ടി. അപ്പൊ നമുക്കിത് വേണ്ടത് കേസ് 1 ആണ്, കേസ് 2 ആണ്. മേജർ ആക്സിസിന്റെ എൻഡ് പോയിന്റ് എവിടെയുള്ളത്? എക്സ് ആക്സിസ് ആണ്. അപ്പൊ സാധാരണ നമ്മൾ ഈ ഫസ്റ്റിന്റെ ഫിഗർ ഒന്ന് വരച്ചു നോക്കാം. നമുക്ക് സംശയം വരുമ്പോൾ ജസ്റ്റ് ഒന്ന് ഫിഗർ വരച്ചു നോക്കാം. അപ്പൊ ഫിഗർ ഇങ്ങനെ വരക്കുമ്പോൾ ends of major, ഇതാണ് മേജർ ആക്സിസ്. മേജർ ആക്സിസിന്റെ എൻഡ് പോയിന്റ്സ് ആണ് പ്ലസ് ഓർ മൈനസ് 3. അത് എക്സ് ആക്സിസ് ആണ്. അപ്പൊ ഇത് കറക്റ്റ് ആണ്. അപ്പൊ അങ്ങനെ എഴുതും നമ്മൾ ഇക്വേഷൻ എക്സ് സ്ക്വയർ ബൈ എ സ്ക്വയർ പ്ലസ് y square by b square equal to 1, x square by 3 square plus y square by 2 square equal to 1. A ആണ് ഗ്രേറ്റസ്റ്റ്, കറക്റ്റ് ആണ്. ഓക്കെ, ഇനി 14th ends of major axis, ends of minor axis ആണ്. നിങ്ങൾ അതുപോലെ തന്നെ ചെയ്യാം. 15th length of major axis, 0, plus or minus root to 5. Ends of minor axis plus or minus 1, 0. And length of major axis real matter question. Length of major axis 26 നടക്കാം. 26 4C ആണ് വേണ്ടത്, തിരിഞ്ഞിട്ട് എഴുതി. സോ 4C പ്ലസ് ഓർ മൈനസ് 50. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കാം. ലെങ്ത് ഓഫ് മേജർ ആക്സിസ് എന്ന് പറയുമ്പോൾ ലെങ്ത് ആണ്, എൻഡ് പോയിന്റ് അല്ല. മേജർ ആക്സിസിന്റെ എൻഡ് പോയിന്റ് വെർട്ടെക്സ് എന്ന് പറയും. മേജർ ആക്സിസിന്റെ ലെങ്ത് എന്ന് പറയുന്നത് 2a, മൈനർ ആക്സിസിന്റെ ലെങ്ത് 2b. സോ 26, a equal to 26 by 2, that equal to 13. 4C lies on x axis ആണ്. അപ്പൊ ഇക്വേഷൻ കിട്ടി. 4C എന്ന് പറയുമ്പോൾ c equal to 5 ആയിട്ട് എടുക്കാം. സോ റിക്വയർഡ് ടു ഫൈൻഡ് ഔട്ട് b വേണം. b സ്ക്വയർ പ്ലസ് c സ്ക്വയർ ആണ്. സോ b സ്ക്വയർ equal to a സ്ക്വയർ മൈനസ് c സ്ക്വയർ ആണ്. സോ 13 സ്ക്വയർ മൈനസ് 5 സ്ക്വയർ 169 minus 25, that equal to 144. b equal to plus or minus 12. So b equal to 12. 4C lies on x axis ആണ്. കേസ് 1 ഇക്വേഷൻ ആണ്. x സ്ക്വയർ ബൈ a സ്ക്വയർ പ്ലസ് y സ്ക്വയർ ബൈ b സ്ക്വയർ equal to 1. സോ അവിടെ തന്നെ നമുക്ക് കറക്ഷൻ മനസ്സിലാക്കാം. ac ഹയസ്റ്റ് 13 സ്ക്വയർ പ്ലസ് y സ്ക്വയർ ബൈ 12 സ്ക്വയർ equal to 1 ആയിട്ട് വരും. ദാറ്റ് ഈസ് എ റിക്വയർഡ് ഇക്വേഷൻ ആയിട്ട് നമുക്ക് എടുക്കാൻ വേണ്ടി പറ്റും. ആ മോഡൽ അങ്ങനെ ആയിട്ട് നമുക്ക് എടുക്കാം. സോ അടുത്തൊരു മോഡൽ കൂടി നോക്കാം. സോ നെക്സ്റ്റ് മോഡൽ എന്ന് പറയുന്നത് ലെങ്ത് ഓഫ് മൈനർ ആക്സിസ്. ക്വസ്റ്റ്യൻ നമ്പർ 16. ലെങ്ത് ഓഫ് മൈനർ ആക്സിസ് 16. 4C 0, plus or minus 6. അപ്പൊ ലെങ്ത് ഓഫ് മൈനർ 4C ആദ്യം തന്നെ ഇത് നോക്കാം. 4C കിട്ടിയ 4C വെച്ച് ഇക്വേഷൻ ആണ്. 4C ലൈസ് ഓൺ. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 16. ലെങ്ത് ഓഫ് മൈനർ ആക്സിസ് ഈസ് 16. 4C 0, plus or minus 6. Length of minor axis means length of end point of minor axis എന്ന് പറയുമ്പോൾ നമുക്ക് എന്തായിട്ട് എടുക്കാം? b ആയിട്ട് എടുക്കാം. ഇത് ലെങ്ത് ആണ്. ലെങ്ത് എന്ന് പറയുമ്പോൾ മൈനർ ആക്സിസ് പറയുമ്പോൾ 2b. ലെങ്ത് ഓഫ് മേജർ ആക്സിസ് ആണ് 2a. അപ്പൊ നമുക്ക് ഇതിൽ നിന്ന് എന്ത് പറയാൻ പറ്റും? ഇതിൽ നിന്ന് 2b equal to
16, b equal to 16/2, so b equal to 8 കിട്ടി. സിൻസ് 4c ലൈസ് ഓൺ y ആക്സിസ് ആണ്. അപ്പോൾ y ആക്സിസ് ആവുമ്പോൾ നമ്മുടെ ഇക്വേഷൻ ഇതാണ്, x² ബൈ b² പ്ലസ് y² ബൈ a² ഈക്വൽ ടു 1 ആണ്. 4c തന്നതുകൊണ്ട് c ഈക്വൽ ടു 6 എന്ന് എടുക്കാം. നമുക്ക് ഇക്വേഷൻ a² ഈക്വൽ ടു b² പ്ലസ് c² ആണ്. സോ b c സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. സോ 8² പ്ലസ് 6², 64 പ്ലസ് 36, 100, a² equal to 100. So a equal to plus or minus square root of 100, that equal to 10 എന്ന് വരും. a equal to 10. ഇവിടെ ഇത് എടുത്ത് കൊടുത്താൽ വേറെ ഒന്നും ചെയ്യാല്ല. x² ബൈ b², b² എന്ന് പറയുമ്പോൾ 8² പ്ലസ് y² ബൈ 10² equal to 1, അല്ലെങ്കിൽ x² ബൈ 64 പ്ലസ് y² ബൈ 100 equal to 1. സോ ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്യുകയാണെങ്കിൽ കേസ് 1 പ്രകാരം നമ്മൾ പിക്ചർ ഇതാണ്. കേസ് 1 പ്രകാരം ആ പ്രോബ്ലം കഴിഞ്ഞു. പ്രോബ്ലം അല്ല ഇത്, നമ്മൾ ഫോക്കസ് 1, ഫോക്കസ് 2, കമ്പൈനിങ് ദീസ് ടു ഫോക്കസ് ഈസ് കോൾഡ് 4c എന്ന് പറയും. സോ ഇവിടെ മുതൽ ഇതുവരെയാണ് മേജർ ആക്സിസ്. മേജർ ആക്സിസ്, ആ മേജർ ആക്സിസിന് എൻഡ് പോയിന്റ് ആണ് വർട്ടെക്സ്. ഇതാണ് വർട്ടെക്സ് രണ്ടും. അപ്പോൾ ലെങ്ത് ഓഫ് മേജർ ആക്സിസ് 2a. ഓക്കെ, പിന്നെ ഇവിടുന്ന് ഇവിടത്തേക്കുള്ള ഡിസ്റ്റൻസ് ആണ് മൈനർ ആക്സിസ്. മൈനർ ആക്സിസിന്റെ എൻഡ് പോയിന്റ് എന്ന് പറയുമ്പോൾ b ആയിട്ട് ഡിനോട്ട് ചെയ്യും. ലെങ്ത് ഓഫ് മൈനർ ആക്സിസ് 2b. അപ്പോൾ 2a എന്ന് പറയുന്നത് ലെങ്ത് ഓഫ് മേജർ ആക്സിസ് ആണ്. അപ്പോൾ ലെങ്ത് ഓഫ് സെമി മേജർ ആക്സിസോ, ഇത് ലെങ്ത് ഓഫ് മേജർ ആക്സിസ്. ലെങ്ത് ഓഫ് സെമി മേജർ ആക്സിസ് എന്ന് പറയുമ്പോൾ ഇതിന്റെ പകുതി. അപ്പോൾ അതേപോലെ റിവേഴ്സിലും നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി പറ്റണം. ഇപ്പോൾ okay, question number 16. Length of minor axis is 16. 4c 0, plus or minus 6. Length of minor axis means length of end point of minor axis എന്ന് പറയുമ്പോൾ നമുക്ക് എന്തായിട്ട് എടുക്കാം, b ആയിട്ട് എടുക്കാം. ഇത് ലെങ്ത് ആണ്. ലെങ്ത് എന്ന് പറയുമ്പോൾ മൈനർ ആക്സിസ് എന്ന് പറയുമ്പോൾ 2b. ലെങ്ത് ഓഫ് മേജർ ആക്സിസ് ആണ് 2a. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് എന്ത് പറയാൻ പറ്റും? ഇതിൽ നിന്ന് 2b ഈക്വൽ ടു 16, b equal to 16/2, so b equal to 8 കിട്ടി. സിൻസ് 4c ലൈസ് ഓൺ y ആക്സിസ് ആണ്. അപ്പോൾ y ആക്സിസ് ആവുമ്പോൾ നമ്മുടെ ഇക്വേഷൻ ഇതാണ്, x² ബൈ b² പ്ലസ് y² ബൈ a² ഈക്വൽ ടു 1 ആണ്. 4c തന്നതുകൊണ്ട് c ഈക്വൽ ടു 6 എന്ന് എടുക്കാം. നമുക്ക് ഇക്വേഷൻ a² ഈക്വൽ ടു b² പ്ലസ് c² ആണ്. സോ b c സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. സോ 8² പ്ലസ് 6², 64 പ്ലസ് 36, 100, a² equal to 100. So a equal to plus or minus square root of 100, that equal to 10 എന്ന് വരും. a equal to 10. ഇവിടെ ഇത് എടുത്ത് കൊടുത്താൽ വേറെ ഒന്നും ചെയ്യാല്ല. x² ബൈ b², b² എന്ന് പറയുമ്പോൾ 8² പ്ലസ് y² ബൈ 10² equal to 1, അല്ലെങ്കിൽ x² ബൈ 64 പ്ലസ് y² ബൈ 100 equal to 1. സോ ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്യുകയാണെങ്കിൽ കേസ് 1 പ്രകാരം നമ്മൾ പിക്ചർ ഇതാണ്. കേസ് 1 പ്രകാരം ആ പ്രോബ്ലം കഴിഞ്ഞു. പ്രോബ്ലം അല്ല ഇത്, നമ്മൾ ഫോക്കസ് 1, ഫോക്കസ് 2, കമ്പൈനിങ് ദീസ് ടു ഫോക്കസ് ഈസ് കോൾഡ് 4c എന്ന് പറയും. സോ ഇവിടെ മുതൽ ഇതുവരെയാണ് മേജർ ആക്സിസ്. ആ മേജർ ആക്സിസിന് എൻഡ് പോയിന്റ് ആണ് വർട്ടെക്സ്. ഇതാണ് വർട്ടെക്സ് രണ്ടും. അപ്പോൾ ലെങ്ത് ഓഫ് മേജർ ആക്സിസ് 2a. ഓക്കെ, പിന്നെ ഇവിടുന്ന് ഇവിടത്തേക്കുള്ള ഡിസ്റ്റൻസ് ആണ് മൈനർ ആക്സിസ്. മൈനർ ആക്സിസിന്റെ എൻഡ് പോയിന്റ് എന്ന് പറയുമ്പോൾ b ആയിട്ട് ഡിനോട്ട് ചെയ്യും. ലെങ്ത് ഓഫ് മൈനർ ആക്സിസ് 2b. അപ്പോൾ 2a എന്ന് പറയുന്നത് ലെങ്ത് ഓഫ് മേജർ ആക്സിസ് ആണ്. അപ്പോൾ ലെങ്ത് ഓഫ് സെമി മേജർ ആക്സിസോ, ഇത് ലെങ്ത് ഓഫ് മേജർ ആക്സിസ്. ലെങ്ത് ഓഫ് സെമി മേജർ ആക്സിസ് എന്ന് പറയുമ്പോൾ ഇതിന്റെ പകുതി. അപ്പോൾ അതേപോലെ റിവേഴ്സിലും നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി പറ്റണം. ഇപ്പോൾ ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഓക്കെ.